ഇത് നിലമ്പൂർ ആഢ്യംപാറയുള്ളൊരു ജലവൈദ്യുത പദ്ധതിയാണ്. ഇത് കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ല. തൊട്ടിപ്പുറത്തൊരു ചെറിയ പാർക്കുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അത് കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നൊരു വഴിയാണ്. അതിലെ കുറച്ച് കയറി കഴിഞ്ഞ് കഴിയുമ്പം അവിടെ പ്രകൃതി തന്നെ നമുക്കൊരു ഊഞ്ഞാൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതി തന്നെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാട്ടോ. ദൈവം വാരിക്കൊരു സൗന്ദര്യം കൊടുത്തു നമുക്ക് തോന്നിപ്പോകും. അതുപോലെ രസമാണ്. പക്ഷെ അങ്ങോട്ട് പുഴയിലേക്ക് ഇറങ്ങാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. നമ്മൾ തന്നെ ഒരു വഴിയൊക്കെ കണ്ടുപിടിച്ചു. അവിടെ ഇങ്ങനെ ആന കടക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കമ്പിയൊക്കെ ഉണ്ടായിരുന്നു. ദൈവാൻ്റെ കൊണ്ട് അതിനകത്ത് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കടന്ന് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ചും കൈ കൊടുത്തും ഒക്കെ ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടോ. ആദ്യം ചെറിയൊരു പുഴയാണ്. ആ പുഴയിൽ വലിയ വലിയ ഉരുളക്കല്ലുകളൊക്കെ ഉണ്ട്. ഉരുളൊക്കെ പൊട്ടി വന്നതായിരിക്കാൻ തോന്നുന്നു. വലിയ കല്ലുകളാണ്. അത് ചെറുതാണ്. അവിടെ കല്ലാണ് കൂടുതൽ, വെള്ളമല്ല കൂടുതൽ. അത് കഴിഞ്ഞിട്ട് അതും കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്. അതിൻ്റെ തന്നെ ബാക്കിയായിട്ട് തൊട്ടപ്പുറത്തേക്കൊരു പുഴയുണ്ട്. ആ പുഴയിലാണ് വെള്ളം. ആ പുഴയുടെ തീരത്താണ് ഒരു ഊഞ്ഞാലൊക്കെ കേട്ടോ. ഭയങ്കര രസമായിട്ടോ അവിടെ എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയോ ചെയ്ത്. അത്രയ്ക്ക് തണുത്ത് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കുളിക്കാൻ തോന്നും. അത്രയ്ക്ക് രസമാട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ചൂടിലൊക്കെ കുറേ നേരം ഇരുന്ന് അതിനുശേഷം ഊഞ്ഞാൽ മരങ്ങളുടെ വള്ളികൾ കൊണ്ട് എന്ത് രസമാണെന്നറിയാം ഊഞ്ഞാൽ കാണാൻ. ഫോട്ടോസൊന്നും കംപ്ലീറ്റ് ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. അവിടുത്തെ കുറച്ച് നിഷ്കളങ്കരായ മനുഷ്യരെ ഞങ്ങൾ കണ്ടുമുട്ടി. ആരോടിരുന്ന് ചായ കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ നാട്ടിലോട്ട് മടങ്ങി.